ഹായ് ഫ്രണ്ട്സ്, സ്കൂളുകളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ കുട്ടികളുടെ ടിഫിൻ ബോക്സിനകത്ത് ചോറിനൊപ്പം കൊടുത്തുവിടാൻ പറ്റിയ 2 കറികളുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ കറികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളുമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ആദ്യമേ ഒരു ഉടച്ച് കറിയാണ്, അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ടൊരു 3 മുന്തൻ കായും 1/2 കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ ഉടച്ച് കറി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പച്ചക്കായുടെ തോലൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക് ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. കായെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കായ വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നോക്കി, കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടാലറിയാമല്ലോ, പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അരപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും വെള്ളം പോരാൻ തോന്നി. കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്തിരുന്ന് കുറേ കൂടെ കുറുകി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. കാരണം പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, നമ്മൾ കായും ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് പിന്നീട് ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. മൂടി വെച്ച് കൊടുത്തു. വീണ്ടും ഒരു 4-5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഉടച്ച് കറിയൊക്കെ നല്ല പരുവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ആ കായൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ പിന്നീട് ഉടച്ചു കൊടുത്തില്ല, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അതിനായിട്ട് ഒരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാം ചേന കാണും. ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്കിത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ചേനയെല്ലാം നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി കട്ടിയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം ചേനയിൽ. ഇത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം പിന്നീട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കോൺഫ്ലവർ കൂടി നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ആദ്യം നമ്മൾ അരപ്പ് ചേർത്തത് അരപ്പൊക്കെ നന്നായിട്ട് എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് എണ്ണ മതി ഇതിന്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കുക. ചേനയെല്ലാം നമ്മൾ നിരത്തി ഇട്ട് കൊടുക്കണം. നമ്മൾ കോൺഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഒട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക.
സ്പൂൺ കൊണ്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. മുരിഞ്ഞ് വരട്ടെ. ഒരു 5 മിനിറ്റായി. ഒരു സൈഡൊക്കെ ഒന്ന് റെഡിയായെന്ന് തോന്നുന്നു. പുറമൊക്കെ ഒന്ന് കളറൊക്കെ മങ്ങി വന്നിട്ടുണ്ടല്ലോ. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അടുത്ത സൈഡും കൂടെ റെഡിയായി വരണം. അതിന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡും റെഡിയായി കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചേനയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. ഞാൻ കോരി മാറ്റി അതേ എണ്ണയിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ഈ ചേന ഫ്രൈയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അതാ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. കളറൊക്കെ മാറി വന്നു. ഈ സമയത്ത് ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ്, പിന്നീട് എണ്ണ എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഈ പച്ചമുളകും കറിവേപ്പിലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.